എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു ഡെസേർട്ട് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നട്ടി ക്യാരറ്റ് കസ്റ്റാർഡ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. പാൽ 1 ലിറ്റർ, മിൽക്ക് മെയ്ഡ് 3/4 ടിന്ന്, കസ്റ്റാർഡ് പൗഡർ 5 ടേബിൾ സ്പൂണ്, പഞ്ചസാര 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ. മിൽക്ക് മെയ്ഡ് പഞ്ചസാര ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഗീ 2 ടേബിൾ സ്പൂണ്, കാഷ്യൂ കുറച്ച്, വാനില എസൻസ് 1-2 ഡ്രോപ്സ്. ആദ്യം കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കലക്കി വെക്കാം. അത് കലക്കിയത് ബാക്കിയുള്ള പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് 3/4 ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ കസ്റ്റാർഡ് പൗഡർ 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ, അതും ഒരു കട്ടി വരുന്ന ആ ഒരു കണക്കിന് ചേർത്ത് കൊടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കത് ഗീ ചേർത്ത് കൊടുക്കുക. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കാഷ്യൂ ഇടുക. ഇത് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം ക്യാരറ്റ് ചേർക്കാം. അതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. കസ്റ്റാർഡ് പൗഡർ നമ്മളിത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം കൂളാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളെ ക്യാരറ്റ് റെഡി ആയിരിക്കുകയാണ്, ക്യാരറ്റ് മിക്സ്. എന്നിട്ട് ആ കസ്റ്റാർഡ് പൗഡർ കൂളായതിലേക്ക് ക്യാരറ്റും നട്ട്സും ഉള്ള മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും നമ്മളെ നട്ടി ക്യാരറ്റ് കസ്റ്റാർഡിന് പണിയുള്ളൂ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, വളരെ യമ്മിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൗളിലേക്കത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ്, നമ്മൾ ആ വിളയിച്ച ക്യാരറ്റ് മേലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഗസ്റ്റെല്ലാം വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാം. വേഗം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട സാധനമാണ്. അല്ല, പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടും പെട്ടെന്ന് കൂളായിപ്പിക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.